രാവിലെ തന്നെ എണീച്ച് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. നൂറ് പോകാൻ വേണ്ടി എണീച്ചതാണ്. അപ്പോൾ എന്തോ സൗണ്ട് കേട്ടിട്ട് ഞാൻ കിച്ചണിലോട്ട് വന്നതാണ്. അപ്പോഴാണ് ഇതിൻ്റെ അടപ്പൊക്കെ തട്ടി തെറിപ്പിച്ചിട്ട് മാവിങ്ങനെ തുളുമ്പി പുറത്തേക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതുവരെ ഞാൻ അരച്ചിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ അത് ഞാൻ വേറെ പാത്രത്തിലൊക്കെ മാറ്റി അവിടെയൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. നൂറയാണെങ്കിൽ രാവിലെ എക്സാമിന് എണീച്ച് പഠിക്കുന്നുണ്ട്. എന്താ അറിയില്ല, ഇത് നമ്മുടെ വീട്ടിൽ കൂടലിൻ്റെ ഫംഗ്ഷന് മുമ്പുള്ള വീഡിയോ ആണ്. അതൊക്കെ കഴിയുമ്പോഴേക്ക് ഫംഗ്ഷനൊക്കെ കഴിയുമ്പോഴേക്ക് സൗണ്ടും ഇല്ല. 2-3 ദിവസമായി സംസാരിക്കുമ്പോൾ സൗണ്ടൊന്നും പുറത്ത് വരുന്നുണ്ടായിട്ടില്ല. ഇപ്പോഴാണ് കുറച്ചൊന്ന് ക്ലിയർ ആയത് കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ ഞാൻ ഇഡ്ഡലിയൊക്കെ ഒഴിച്ച് വെക്കുന്നുണ്ട്. ഈ രാത്രി അരി അരച്ച് വെക്കുന്ന ദിവസം രാവിലെ ഭയങ്കര സമാധാനമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ അതിന് വേണ്ടിയിട്ടുള്ള സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഇവിടെ മുറിച്ച് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ വേഗം അടിച്ച് വാരി തുടക്കലങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ബെഡൊക്കെ ഒന്ന് തട്ടിക്കൊടന്നിടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതാ ഞാൻ നമ്മുടെ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള ചട്നി ഉണ്ടാക്കാൻ വേണ്ടി പോയെന്ന് കേട്ടോ. ഞാൻ ഈ പൊട്ടുകടല ഇട്ടിട്ടാണ് കേട്ടോ ചട്നി ഉണ്ടാക്കുക. നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഞാൻ അടിച്ചു വാരി കൊടുത്തിട്ട് ഫാത്തി തുടക്കുന്നുണ്ട് കേട്ടോ. പെങ്ങളുടെ മക്കളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാ ഓൾ അടിച്ചു വാരി അവിടെ തുടക്കുന്നുണ്ട്. പിന്നെ ചട്നിയാക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. പിന്നെ സാമ്പാർ വെച്ചുകൊണ്ട് ഇനിയിപ്പം ഉച്ചക്കത്തെ ചോറിനും അതന്നെ മതി കേട്ടോ. ഇനി ഉച്ചക്കേക്ക് മീൻ പൊരിക്കാനുണ്ട്. അതുപോലെ തന്നെ ക്യാബേജ് തോരനും കൂടി വെക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേഗം ഇതാ ഇവർക്ക് നാസ്തി എടുത്തു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ പണി അങ്ങ് തീരും. വൈകുന്നേരം ആകുമ്പോഴേക്ക് എല്ലാവരും വരും കേട്ടോ. രാത്രി നമുക്ക് ഫുഡ് അവിടെയാണ്. പിന്നെ വീട്ടിൽ കൂടലിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ വരുമ്പം നമുക്കതിനൊന്നും ശരിക്കും ഒരു ടൈം കിട്ടൂല. ഞാൻ വിചാരിച്ചായിരുന്നു എല്ലാ വീഡിയോസും എടുക്കണം ഇതാക്കണം എന്നൊക്കെ. പക്ഷേ അതിനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. ഒന്നാമത് ഇതന്നെ ഞാൻ സൗണ്ട് കൊടുക്കാൻ 2-3 വട്ടം ശ്രമിച്ചിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടായിട്ടില്ല. സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. എന്താ പറയുക, ഞാൻ വിചാരിച്ചായിരുന്നു വീഡിയോസ് ഇടണോ സൗണ്ട് കൊടുക്കണോ എന്നൊക്കെ. പക്ഷേ വീഡിയോ നമ്മൾ 2 ദിവസത്തെ കൂടുതൽ ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് കിട്ടുന്ന റീച്ചൊക്കെ ഇല്ലാണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ സൗണ്ട് വെച്ചിട്ടാണെങ്കിലും വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അങ്ങനെ പിന്നെ ഇതാ ഉച്ചക്കേക്കുള്ള മീനൊക്കെ ഫ്രൈ ആക്കി വെച്ച് പിന്നെ നമുക്ക് ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ടൗണിൽ പോയി വരുമ്പോഴത്തേക്ക് ഏട്ടനും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർക്ക് ചോറെടുത്ത് കൊടുത്ത് പിന്നെ ഈവനിങ് ആയിരുന്നു നമ്മൾ അങ്ങോട്ട് പോയി. അങ്ങനെ അവിടുന്ന് രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടാ. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക.